ഹലോ ഫുഡീസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി പെട്ടെന്നാക്കാൻ കഴിയുമെന്ന് നോക്കാം. ഇതിന് മാരിനേഷനൊന്നുമില്ല, ബാച്ചിലേഴ്സ്ക്കും കൂടി ട്രൈ ആക്കാൻ കഴിയുന്ന നല്ലൊരു റെസിപ്പി ഇത്. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ 6 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 കഷ്ണം ഇഞ്ചി, ഒരു 3 പട്ടയും ഗ്രാമ്പും, പിന്നെ ഒരു ഏലം എടുത്താൽ മതി. ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ തന്നെ, അതിന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലേ. പിന്നെ അതേപോലെ ഒരു 1/2 ബഞ്ചോളം കൊറിയാണ്ടർ ലീവ്സും പിന്നെ മിൻറ്റ് ലീവ്സും, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനും കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടിയത് ഒരു 2 ഉള്ളി നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളി എങ്ങനെ ഫ്രൈ ആക്കണമെന്ന് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെയെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിനെ ചെക്കാക്കിയാൽ മതി. ഇനി ഈ പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഇനി ഇതിലേക്ക് 4 ഉള്ളി, മീഡിയം സൈസ് ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത്, അതിനെ നല്ലോണം സ്ലൈസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ എല്ലാ സൈഡിലും സ്പ്രെഡ് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇടാം. ഇതിന് കുറേ മസാല ഒന്നും ഇടുന്നില്ല, പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി ഇത്. ഇനി ഇതിനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നോളം ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഫ്രൈഡേസ് എല്ലാം ബാച്ചിലേഴ്സൊക്കെയായെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാരിനേറ്റിലാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ടൈമിലെല്ലാം ഈ ബിരിയാണി റെസിപ്പി ഉണ്ടാക്കാം. ഇത് നേരായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി റെസിപ്പി, എല്ലാവരും ട്രൈ ആക്കി നോക്കാം. ഇപ്പോൾ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട്. എനിക്കിനി നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിന്. ഈ ചിക്കൻ ഇപ്പം തന്നെ ഇടുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടായിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ മൂടി വെച്ചിട്ട് കുക്കാക്കാം. അപ്പോഴേക്ക് നല്ല ഫ്രൈ ആയിട്ട് ഉണ്ടാവും. ഇപ്പം 5 മിനിറ്റ് ആയിന്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റേ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലേൻ്റെയും പുതിനയിലേൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. മാരിനേറ്റ് ആക്കാതെ ഇതുപോലെ ആക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ആക്കി നോക്കി. ഇനി ഇതിനെ ഒരു 2 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിപ്പിക്കണം. എന്തിനങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതും കൂടി മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാരിനേറ്റ് ആക്കിയ അതേ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇട്ടെടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത തക്കാളി. ഞാനിവിടെ 2 വലിയ സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. തക്കാളി ഇട്ട പിന്നെ ഇതുപോലെ ഉപ്പിട്ടെങ്കിൽ ഈ തക്കാളി പെട്ടെന്ന് വെന്തിട്ട് കിട്ടും. ഇനി ഇതിനെ നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം കുക്കാവാൻ വെക്കണം. ബാക്ക്ഗ്രൗണ്ട് നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഏത് മസാലപ്പൊടി ഇടുന്നില്ല, വെറും ഈ 3 ടീസ്പൂൺ ബിരിയാണി മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടിത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കുമ്പോൾ എല്ലാ സൈഡിലും നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഇല്ലെങ്കിൽ ചില സമയത്ത് ആ മസാലപ്പൊടി ഇങ്ങനെ കട്ട കെട്ടിയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടായ പിന്നെ കുറച്ച് നേരം ഇതിനെ വേവാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുക.
തൈര് ഇടുമ്പോൾ നല്ലോണം ബീറ്റാക്കിയിട്ടായിട്ട് ഇടണം, ഇല്ലെങ്കിൽ തൈരും കൂടി അതുപോലെ ചെറിയ ചെറിയ കട്ടായിട്ട് സൈഡിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ബീറ്റാക്കിയിട്ടായിട്ട് തൈര് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടായി. ഇനി ആവശ്യമുള്ളത് ഈ ചിക്കനെ ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനെ ശരിക്കൊന്ന് കുക്കാക്കിയെടുക്കാം. 95% കുക്കായാൽ മതി. അത് വേകുമ്പോഴേക്ക് മറ്റേ സൈഡിൽ നമുക്ക് ചോറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു എല്ലാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഏലെങ്കിൽ 3 ഇട്ട് കൊടുക്കണം, വലുതെങ്കിൽ 2 മതി. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരിനെ ഇട്ട് കൊടുക്കാം. അരി എപ്പോഴും ഇടുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാനിവിടെ 1 kg ബാസ്മതി അരി ഇടുന്നുള്ളത്. 1 kg ചിക്കൻക്ക് 1 kg ബാസ്മതി അരി. ഇനി ഇതിനെ നമുക്ക് ഒരു 3/4 ഭാഗമാണെന്നോളം വേവാൻ വെക്കാം. ഒരു 75 to 80% വേവാൻ വെക്കാം. ഇപ്പോൾ ചോറ് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡിൽ മസാലയും കൂടി റെഡി ആയിട്ടുണ്ട്. ഈ ചോറിനെ ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനർ അല്ലെങ്കിൽ കൊലാൻഡർ യൂസ് ആക്കിയിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ദമ്മിലേക്ക് വെക്കാം. അതിനായിട്ട് അതേ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ താഴത്തെ ബേസായിട്ട് പകുതി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ശരിയായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാം ഫുള്ള് മസാല ഇടാൻ പോണ്ട, പകുതി ഇട്ടാൽ മതി. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കണം. പകുതി ചോറ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറേ ആളെ കൺഫ്യൂഷൻ ഉണ്ടായി ഏതരി ഞാൻ യൂസ് ചെയ്യുന്നുള്ളതെന്ന്. ഞാൻ ദാവത്തിൻ്റെ ബാസ്മതി അരി യൂസ് ചെയ്യുന്നുള്ളത്. നല്ല ബ്രാൻഡ് തന്നെ, നല്ല ടേസ്റ്റുള്ള ചോറ് തന്നെ ഇത്. ഇനി ഇതിൻ്റെ മുകളിൽ ഫുഡ് കളറ് സ്പ്രിങ്കിളാക്കി കൊടുക്കുക. ഫുഡ് കളർ എങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിനോണ്ട് നിങ്ങൾ ആ വീഡിയോ നോക്കി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആക്കിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസ് പിന്നെ റൈസിൻസ് അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ എൻ്റെ മക്കൾക്ക് റൈസിൻസും കാഷ്യൂസും തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് ഇടാതെ ഇന്നാക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇതുപോലെ സ്പ്രിങ്കിളാക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കുന്നതിനോണ്ട് നല്ല മണം കിട്ടും. അതുകൊണ്ട് ബിരിയാണി മസാല കുറച്ചുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യ്, അത് ചോറ് നല്ല തെരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വാപ്പാസ് മസാല ഇട്ടിട്ട് അതേ സെയിം സ്റ്റെപ്സ് ഫോളോ ആക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ മുമ്പ് 2-3 വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പി പോസ്റ്റ് ആക്കിനി. അപ്പോൾ നിങ്ങൾ അതും കൂടി നോക്കാം, ചിലപ്പോൾ ഇഷ്ടമാവും. ഇഷ്ടമായാൽ അതും കൂടി ട്രൈ ആക്കി നോക്കാം. ഇപ്പം എല്ലാം ഇട്ടിട്ടായി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ഗ്ലാസ് തെളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ റൈസ് വാട്ടർ കുക്കാക്കിയിട്ടുണ്ടായ ആ വെള്ളം ഉണ്ടല്ലോ, അതേ വെള്ളം ഒഴിച്ചാൽ മതി. ഊറ്റുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ അത് ഒഴിച്ചിട്ട് ഇനി നമുക്കിതിനെ ദമ്മിലേക്ക് വെക്കാം. ദമ്മിലേക്ക് വെക്കുന്നത് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കുക, ഇല്ലെങ്കിൽ തുണി വേണമെങ്കിൽ തുണി യൂസ് ആക്കിയിട്ട് ഇതുപോലെ ദമ്മിൽ വെക്കാം. ഇനി ഇതിനെ നമുക്കൊരു 20 മിനിറ്റോളം കുക്കാവാൻ വെക്കണം. അതും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതിനെ കുക്കാവാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ബിരിയാണി എങ്ങനെ ആയിനെന്ന് നോക്കാം.
ശരിക്കും ദമ്മായിന്, അതുകൊണ്ട് നല്ല ടൈറ്റിലുണ്ട്. ഇതുപോലെ ദമ്മിൽ വെച്ചാൽ നല്ല പാങ്ങൽ കുക്കായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നോ എന്നറിയില്ല, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ ആയിനെന്ന് കാണിക്കാം. ഇതുപോലെ അരി വിട്ട് വിട്ട് കിട്ടിയാൽ നമ്മളെ ബിരിയാണി പെർഫെക്റ്റായിട്ട് കുക്കായിന്ന് അർത്ഥം. അപ്പോൾ എല്ലാവരും ഈ ഈസി ബിരിയാണി റെസിപ്പി ട്രൈ ആക്കി നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഫസ്റ്റ് സബ്സ്ക്രൈബ് ആക്കുക, എന്നിട്ട് ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.